ഭാവം തന്നെയാണ്. ഇവിടെ ആക്രമണത്തിന് ഇരയായതൊക്കെയും മത്സ്യത്തൊഴിലാളികളാണ്. അന്നന്നുള്ള അഷ്ടിക്ക് അന്നന്ന് വിയർപ്പ് വിൽക്കുന്നവർ. അവർ തന്നെയായിരുന്നു നാദാപുരത്തും മാറാടും ഒക്കെ ആക്രമണത്തിനിരയായത്. ഈ വർഗ സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരു പക്ഷത്തെ ലീഗാണെന്നുള്ളത് യാദൃച്ഛികമാണോ? അല്ല, അത് മനസ്സിലാക്കേണ്ടത് ഇപ്പം ലീഗിനെ സംബന്ധിച്ച് ഒരു പ്രദേശത്ത് അങ്ങേയറ്റം സ്വാധീനമുള്ള പ്രസ്ഥാനം എന്തോ ആ പ്രസ്ഥാനം ആ പ്രദേശത്തിൻ്റെ എല്ലാ സംഭവഗതികളിലെയും പ്രധാന ഉത്തരവാദിയായി തീരും. ഇപ്പം മലപ്പുറം ജില്ലയുമായി ബന്ധിപ്പാൻ താനൂരോ തിരൂരോ ഒക്കെ എടുക്കുക, അവിടെ പ്രബല ശക്തിയായി നിൽക്കുന്നത് ഈ ലീഗ് തന്നെയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, അതുകൊണ്ട് ലീഗാകണമെന്നില്ല, പക്ഷേ ലീഗ് തന്നെയാണ്. അങ്ങനെ വരുമ്പം ലീഗിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ജില്ലയുമായി ബന്ധിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ. ആ ഉത്തരവാദിത്വ നിർവഹണം ലീഗ് നടത്തുന്നുണ്ടോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ. ശ്രീ മായിൻ ഹാജി വളരെ ലളിതമായിരുന്ന് എല്ലാത്തിനെയും ന്യായീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ശരിക്കും മുസ്ലിം സമുദായത്തിന് തന്നെ നിർണായകമായി ഒരു MLA മറ്റോ ജയിപ്പിക്കാൻ കഴിയുന്നത് എവിടെയാണ്? ഒന്നിൽ ബീഹാർ അല്ലെങ്കിൽ ബംഗാൾ. അത് പോകട്ടെ, നമുക്കിപ്പോൾ UP-യിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. 74ഓളം സീറ്റുകളിൽ ഒരു 30% വോട്ടൊക്കെ നിർണായകമായ വോട്ടുണ്ട്. അല്ലാതെ അവർക്ക് മാത്രമായി ഒരാളെ ജയിപ്പിക്കാനൊന്നും കഴിയില്ല. ആ അർത്ഥത്തിൽ അത്രമാത്രം ശക്തമായ ഒരു ജനവിഭാഗമൊന്നുമല്ല മുസ്ലിം സമുദായം. അതുകൊണ്ട് തന്നെ ജനാധിപത്യ സമ്പ്രദായവുമായി പൊരുത്തപ്പെട്ടുകൊണ്ടും ജനാധിപത്യ ശക്തികളെ ശക്തിപ്പെടുത്തിക്കൊണ്ടും മാത്രമേ അത്തരം ദുർബല വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ ഡെമോക്രസിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതാണ് ദേശീയ രാഷ്ട്രീയം നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ നമുക്കറിയുന്നത് മാതിരി മൊയിൻ ഹാജി തന്നെ ആലോചിക്കാവുന്ന കാര്യമാണ്. മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമുദായവും മുസ്ലിം ലീഗും എത്ര മാത്രം ജനാധിപത്യപരമായി ചിന്തിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. അതിനെ സംബന്ധിച്ച് തന്നെയാണ് പരിശോധിക്കേണ്ടത്. സത്യത്തിൽ എല്ലാ ഭാഗത്തും ബുദ്ധിമുട്ടുകളും ഇത്തരം ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രഥമഗണനീയമായ പ്രസ്ഥാനം തന്നെയാണ് അതിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുകയും പരിഹരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അതിപ്പോൾ ചെയ്യുന്നുണ്ട് വൈകുകയാണെങ്കിലും. നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് എല്ലാ കാലഘട്ടത്തിലും ലീഗിൻ്റെ ഒരു സവിശേഷത ഒരു ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലീഗിന് നിർണായക ശക്തിയായി അധികാരത്തിൻ്റെ വ്യവസ്ഥകളിലേക്ക് എത്താൻ കഴിയുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. അത് ലീഗിൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല, മറിച്ച് കേരള രാഷ്ട്രീയം പൊതുവെ നിലനിർത്തിയിരിക്കുന്ന ലീഗ് അടക്കമുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിലനിർത്തിയിരിക്കുന്ന ജനാധിപത്യ പരിസരത്തിൻ്റെ സവിശേഷതയാണ് ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്ത. അത്തരമൊരു സവിശേഷത ലീഗ് ആത്യന്തികമായി തന്നെ അവിടെ പുലർത്തേണ്ടതുണ്ട്. അതാണ് ആ ജനാധിപത്യത്തിൻ്റെ സവിശേഷതയുടെ മുഴുവൻ ആനുകൂല്യങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ അതിൻ്റെ പാലനങ്ങൾ കൂടി ലീഗ് പുലർത്തേണ്ടേ? ലീഗിൻ്റെ സംഭാവന എന്ത് ഈ വിഷയത്തിൽ? ജനാധിപത്യപരമാണോ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ? തീർച്ചയായും ചർച്ച ചെയ്യാം. വാക്കും നാക്കും ഒക്കെ മൂർച്ചപ്പെടുത്തി മായിൻ ഹാജി ഉണ്ടെന്നറിയാം. മായിൻ ഹാജി തുടരൂ. ശ്രീ മായിൻ ഹാജി, ഇങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അതായത് ഈ രീതിയിലെ ജനാധിപത്യ വിരുദ്ധത, സ്ത്രീ വിരുദ്ധത ഒക്കെയും മുസ്ലിം ലീഗ് ഉള്ളടക്കമായി സ്വീകരിച്ചിരിക്കുന്നു. അവിടെ പുറത്ത് വലിയ സമാധാനം എന്നൊക്കെ പറയുമെങ്കിലും ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ അതാണ് കാണുന്നത്. വിമർശനം നമ്പർ 1, സാക്ഷാൽ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കാലം മുതൽ പിന്നീട് ഇമ്പിച്ചി ബാവയെ പോലെയുള്ള പ്രമുഖർ അടക്കം ഒരുപാട് പേർ അവിടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. എന്തിന് ബാഫക്കി തങ്ങൾക്ക് എതിരെ വരെ അവിടെ ആക്രമണം ലീഗ് ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നൊരു ആരോപണമാണ് ജയൻ ഉന്നയിച്ചത്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ലീഗിനെതിരെ നിൽക്കുകയാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ എങ്ങനെ സമാധാനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കാൻ ലീഗ് മുൻകൈയെടുക്കും? ശ്രീ മായിൻ ഹാജി നേരത്തെ പറഞ്ഞ റോളിൽ തന്നെ ഉള്ളത്. പക്ഷെ അത് ജിംസാദിന് ആ നിലക്ക് കഴിച്ചില്ല. അപ്പോൾ ഞാൻ അതിനെ പറ്റി ഒന്നും പറയില്ല. ഇവിടെ ജയനും വാസുരേന്ദ്ര ബാബു ഒക്കെ കുറെ പറഞ്ഞല്ലോ. വാസുരേന്ദ്ര ബാബു പറഞ്ഞു മലപ്പുറത്തെ മുസ്ലിം സമുദായത്തിന് ഒന്നായിട്ട് പറഞ്ഞു. അതിൽ അവിടെ ഇരിക്കുന്ന അബ്ദുറഹ്മാനും പെടും മലപ്പുറത്തെ മുസ്ലിം സമുദായത്തില്. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അത് അവരെ സംസ്കാരം. ഞാൻ ഏറ്റുപിടിക്കാൻ നിൽക്കില്ല. ഞാൻ അതുകൊണ്ട് അതേ രൂപത്തിൽ മറുപടി പറഞ്ഞു കിട്ടും എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ വാസുരേന്ദ്ര ബാബുവിന് തെറ്റിന്നല്ലാതെ പറഞ്ഞില്ല മുസ്ലിം ലീഗുകാരാ. ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ലയും കണ്ണൂർ ജില്ലയും അതിനിടയിൽ ഒരു ജില്ല മാത്രമേ ഉള്ളല്ലോ. ആ 2 ജില്ലയിലും കഴിഞ്ഞ 25 കൊല്ലം മാത്രം എടുത്തോട്ടെ. വാസുരേന്ദ്ര ബാബു വലിയ നിരൂപകനും വലിയ ചാനൽ പ്രവർത്തകനൊക്കെ ആണല്ലോ.
അദ്ദേഹം 25 കൊല്ലത്തെ കണക്കില് മലപ്പുറം ജില്ലയിൽ രാഷ്ട്രീയ സംഘടനത്തിൽ മരിച്ചവരുടെ എണ്ണവും കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ സംഘടനത്തിൽ മരിച്ചവരുടെ എണ്ണവും കണ്ണൂർ ജില്ലയിലുണ്ടായ കണക്കും മലപ്പുറം ജില്ലയിലുണ്ടായ രാഷ്ട്രീയ അക്രമത്തിന്റെ കണക്കും ഒന്നും നിരത്തി തരാൻ വാസുദേന്ദ്ര ബാബു സാറിന് സാധിക്കുമോ? അദ്ദേഹം മലപ്പുറത്തെ മുഴുവൻ ലീഗുകാരെയും മുസ്ലിമുകളെയും ഒക്കെ അടച്ചാക്ഷേപിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളില് അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് സഹയാത്രികൻ എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്തോ പുതിയ സാഹചര്യം കൊണ്ടോ UP ഇലക്ഷൻ റിസൾട്ട് വന്നതിന്റെ ശേഷം ഏതോ ഒരു ബാലിക ഒരു പിന്നെ എന്തെങ്കിലും പ്രതീക്ഷ വെച്ചോ എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം ഇവിടെ ഉണ്ട്, അതിന് മറുപടി അദ്ദേഹം പറയും. പറഞ്ഞു നിങ്ങളെ ക്ലിപ്പിലുണ്ടാവും, ഒന്നോ രണ്ടോ റിവൈൻഡ് ചെയ്ത് നോക്കണ്ടി ഞാൻ പറഞ്ഞതുപോലെ എല്ലാം എടുത്തെന്നുള്ളത് നിങ്ങൾക്ക് കട്ട് ചെയ്യാനൊക്കെ കഴിയും പിന്നീട്. അതുകൊണ്ട് നിങ്ങളെ വന്ന് സത്യസന്ധമായി ഒന്ന് പരിശോധിച്ച് നോക്കണ്ടേ. മലപ്പുറത്തെ മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും എന്ത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കണ്ണൂരിന്റെയും മലപ്പുറത്തിന്റെയും രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി പറയാൻ സാധിക്കുമോ? ഇനി അതും പോട്ടെ, ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലം ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇന്ന് വരെ നടന്ന കൊലപാതകത്തിന്റെ അത്ര എണ്ണം മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ നടന്നു എന്ന് തെളിയിക്കാൻ വാസുദേന്ദ്ര ബാബുവിന് സാധിക്കോ? ശ്രീ മായിൻ ഹാജി, താങ്കൾ പറയുന്നതിന്റെ ഒരു വൈരുദ്ധ്യം, മറ്റൊരു വൈരുദ്ധ്യം കൂടി ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് കാട്ടാം. താങ്കളുടെ പാർട്ടി എതിർക്കുന്ന CPIM അതേ CPIM-നെ തന്നെയാണ് നിങ്ങളടക്കമുള്ളവർ ഫാസിസ്റ്റ് എന്ന് കാണുന്ന RSS-കാരും എതിർക്കുന്നത്. ആ 2 പോയിന്റിന്റെയും പ്രതിസ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നത് CPIM ആണ്, 2 കൂട്ടരുടെയും. അതൊരു വലിയ വൈരുദ്ധ്യമാണ് താങ്കൾ പറയുന്നതല്ലേ? പറഞ്ഞോളൂ. താങ്കൾക്ക് ഞാൻ പറയുന്നതൊക്കെ വൈരുദ്ധ്യം കാണും. RSS-കാർ മാത്രമല്ല, RSS-കാരെ കൊന്നാലും അതിൽ മറുപുറത്ത് CPM ആണുള്ളത്, മുസ്ലിം ലീഗുകാരെ കൊന്നാലും മറുപുറത്ത് CPM ആണുള്ളത്, കോൺഗ്രസുകാരെ കൊന്നാലും മറുപുറത്ത് CPM ആണുള്ളത്, CPI-കാരനെ കൊന്നാലും മറുപുറത്ത് CPM ആണുള്ളത്, ജനതാദളിനെ കൊന്നാലും മറുപുറത്ത് CPM ആണുള്ളത്. കേരളത്തിന്റെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെയും മലബാർ ഭാഗങ്ങളിലെ മാർക്സിസ്റ്റ് സ്വാധീന മേഖലയിലുമൊക്കെ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ് അജിൻസാദെ ഇത്. ശരി, നമുക്ക് താനൂരിലേക്ക് എത്താം. അത് പറഞ്ഞല്ലോ, ഇനി താനൂരിലേക്ക് എത്താം. താനൂരിന്റെ വിഷയം, ആ വിഷയത്തെ അതിജീവിക്കാൻ താങ്കൾ മറ്റു വിഷയങ്ങൾ ഇടുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് താനൂരിലേക്ക് എത്താം. താനൂരിലെ CPM-ന്റെയും പണിയാണല്ലോ. അതുകൊണ്ടാണല്ലോ അല്ല, താനൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇനി ലീഗിന്റെ റോൾ എന്ത്? ലീഗ് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? അത് ലീഗിന്റെ റോള് മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. താനൂരിലെ അക്രമം നിങ്ങളൊന്ന് നിർത്തൂ. ഉണ്ണിയാൽ കടപ്പുറം മുതൽക്ക് 3.5 കിലോമീറ്റർ തീരദേശം ഒട്ടുംപുറം ജമാൽ പീടിക വരെയുള്ള ആ ഒരു പ്രദേശം ഉണ്ടല്ലോ, അവിടെ സാധുക്കളായിട്ടുള്ള തീരദേശ മത്സ്യത്തൊഴിലാളികളാ അബ്ദുറഹ്മാന്റെ പണച്ചാക്ക് കൊണ്ടുപോയി അവിടെ മുഴുവൻ വിതറിയിട്ടും മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിനെ തൊടാൻ സാധിക്കാത്ത മേഖലയാണത്. അവിടെ ഒന്ന് ഭീതി വളർത്തി ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ തൊടാൻ സാധിക്കുമോ എന്ന പരീക്ഷണമാണ് അബ്ദുറഹ്മാന്റെ തണ്ടും പണവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കായിക ബലവും റൌഡിസവും വെച്ച് അവിടെ തകർക്കാൻ നോക്കുന്നത്. അതും സാധിക്കാത്തതുകൊണ്ടാ പോലീസിനെ കൂടി കൂട്ടിയിട്ട് അക്രമത്തിന് ഇറക്കിയത്. അത് വെറുതെ വിചാരിക്കാം, മുസ്ലിം ലീഗുകാരൻ മരിച്ചു പോയാലും ഈ പച്ചക്കൊടി വിടാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര എണ്ണത്തിനെ കൊന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ പച്ചക്കൊടി വിടൂല, മനസ്സിലാക്കിക്കൊണ്ട്. ശ്രീ ഈജൻ കേൾക്കാമോ? ലീഗുകാരെ കൊണ്ട് പച്ചക്കൊടി വിടിയിക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ അത് നടക്കില്ലെന്ന് മായിൻ ഹാജി അസന്നിഗ്ധമായി പറഞ്ഞു. നിങ്ങൾ ചെങ്കൊടി പിടിച്ചു തുടരുമോ? ലീഗുകാർ പച്ചക്കൊടി താഴ്ത്തു വെച്ച് കഴിഞ്ഞൊരു നിയോജക മണ്ഡലമാണ് മിസ്റ്റർ മായിൻ ഹാജി താനൂര്. താനൂരിന്റെ മണ്ണിൽ നിന്ന് നിങ്ങൾക്കത് പറയാനാവില്ല. താനൂരിൽ ലീഗിന്റെ പച്ചക്കൊടി ജനം വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ മുഴുവൻ ലീഗിന്റെ പച്ചക്കൊടി ജനം വലിച്ചെറിയാൻ പോവാണ്. വാസുദേന്ദ്ര ബാബു പറഞ്ഞതാണ്, അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ CPIM എടുക്കുന്ന നിലപാടുകൾ ജനങ്ങൾക്ക് സ്വീകാര്യത ഉണ്ട്. ആ സ്വീകാര്യത ഒപ്പം ജനം നിൽക്കുകയാണ്. BJP-യുടെ വാദമാണ് മായിൻ ഹാജി പറയുന്നത്. BJP-ന്റെ പക്ഷം ചേരുകയാണ്.
BJP ഇറക്കിയിട്ടുള്ള മാർക്സിസ്റ്റ് അക്രമം എന്ന് പറഞ്ഞിറക്കിയിട്ടുള്ള ഒരു വാൾ പോസ്റ്ററിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ മായിനാജി പറയുന്നത്. ആരുടെ താല്പര്യമാണ് മായിനാജി പങ്കുവെക്കുന്നത്? RSSന്റെ രാഷ്ട്രീയമാണ്. RSSന്റെ കൂട്ടത്തിലാണ് മായിനാജിൻ ലീഗും. ആ ലീഗിന്റെയും BJPയുടെയും RSSന്റെയും രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ മുന്നിൽ പതറില്ല മായിനാജി, CPIM പതറില്ല. അത് വെറുതെ തോന്നുകയാണ് മായിനാജിക്കും കൂട്ടക്കാർക്കും. ഞങ്ങൾ ഒരു അക്രമം നടത്തിയിട്ടില്ല തീരപ്രദേശത്ത്. മുസ്ലിം ലീഗിന്റെ അക്രമം ഉണ്ടായത്. ആ മുസ്ലിം ലീഗിന്റെ ആക്രമണത്തിനെതിരെ ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിജയം ഉണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വി അബ്ദുറഹ്മാൻ ആക്രമിച്ചു. നിങ്ങളാണ് ചെയ്തത്. ഉമ്മർ ബാഫയ്ക്ക് തങ്ങളെ ആക്രമിച്ചത് നിങ്ങളാണ്. ഒട്ടനവധി ലീഗ് നേതാക്കന്മാരെ ആക്രമിച്ചിട്ടുണ്ട്. ഇന്ന് മുസ്ലിം ലീഗിന്റെ താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള മനുഷ്യനെ ആക്രമിച്ചു, അദ്ദേഹത്തിന്റെ കട ആക്രമിച്ചു. ചെയ്തത് ലീഗാണ്. ലീഗ് നിന്ന് വേറിട്ട് പോയി എന്നതിന്റെ പേരിൽ ഒരാളെയും ആക്രമിക്കാൻ നിങ്ങൾക്കാവില്ല. നിങ്ങൾക്ക് പോലീസിനൊന്നും ഞങ്ങൾക്ക് വേണ്ട. CPIMന്റെ രാഷ്ട്രീയം വളർത്താൻ ഏത് പോലീസിന്റെ സഹായത്തോടു കൂടി വളർന്ന പ്രസ്ഥാനമല്ല CPIM. ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിന്നാണ് മായിനാജി CPIM വളർന്നു വന്നത്. അത് പൊരുതുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ലീഗിന്റെ ഒരു കൊടിക്കും ഞങ്ങളെ വിറപ്പിക്കാനാവില്ല. വിറപ്പിക്കുകയാണെങ്കിൽ 47,000 വോട്ടിന് അഹമ്മദ് ജയിച്ച കാലത്ത് ഈ കൊടി മടക്കി പോകണം. കൊടി ഞങ്ങൾ മടക്കിയിട്ടില്ല താനൂരിന്റെ മണ്ണിൽ. ഒരു സംശയവും മായിനാജിക്ക് വേണ്ട. ജില്ലയുടെ മണ്ണിൽ ഞങ്ങൾ മടക്കൂല, പിന്നല്ലേ താനൂരിന്റെ മണ്ണിൽ. ആ വിറപ്പിക്കലൊന്നും ലീഗിന്റെ നേതാക്കന്മാർ നടത്തണ്ട. ലീഗിന്റെ ചുണക്കുട്ടികൾ CPIMന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെ ആക്രമിക്കാൻ വരണ്ട. അതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അതുമ്പോ നിന്നാ മതി ലീഗ് അതുമ്പോ നിന്ന് സംസാരിക്കണം. സമാധാനത്തിന്റെ ഭാഷ ഞങ്ങൾ സംസാരിച്ചു. പരിണിതപ്രജ്ഞനായ കുട്ടിയഹമ്മദ് കാക്കയോട് മായിനാജി ഒന്ന് ചോദിക്ക്, എത്ര തവണ സംസാരിച്ചിട്ടുണ്ട്? നിങ്ങളൊന്ന് സംസാരിക്കാൻ വരണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ സംസാരിച്ചോ? ഉണ്ണിയാൽ പ്രദേശത്ത് എന്താ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? ഒരാൾ മരണപ്പെട്ടു, ഞങ്ങൾക്ക് അതിൽ ദുഃഖമുണ്ട്. അതിൽ ആഹ്ലാദിക്കുന്നവരല്ല ഞങ്ങൾ. മുസ്ലിം ലീഗിന്റെ അടിത്തറ ഇളകുന്നിടത്ത് മുസ്ലിം ലീഗ് അക്രമം നടത്തിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. കണ്ണൂരിൽ നിങ്ങൾക്ക് അക്രമം നടത്താൻ കഴിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അക്രമം നടത്താത്തത്. ജില്ലയിൽ എല്ലാ സ്ഥലത്തും നിങ്ങൾ അക്രമം നടത്തിയിട്ടുണ്ട്. തിരൂരിന്റെ തീരപ്രദേശത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ണിയാൽ പ്രദേശത്ത് ആലിഞ്ചോട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഭീകരവാദികളുടെ കേന്ദ്രമല്ലേ? അവിടെ നിന്നല്ലേ അക്രമങ്ങൾ ഉണ്ടാവുന്നത്? അവിടെ നിന്നല്ലേ ഉണ്ണിയാലിങ്ങ കയറി ആക്രമിക്കുന്നത്? അവിടെ നിന്നുള്ള എന്റെ പ്രതിഫലനമല്ല ഇതൊക്കെ. KMCCയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ടും വാങ്ങി ലക്ഷക്കണക്കിന് രൂപ കൊടുത്താൽ ജനങ്ങളെ കിട്ടുമെന്നാ ലീഗ് ധരിച്ചത്? സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കൂ. ആ സമാധാനത്തിന്റെ ഭാഷയിൽ താനൂരിൽ സമാധാനം കൈവരുത്തണം. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. ഒരു ജനപ്രതിനിധി ജയിച്ചാൽ ആ ജനപ്രതിനിധി ഒന്നും സമ്മതിക്കില്ല. ഞങ്ങളാണ് ഇവിടെ അധീശത്വം പുലർത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? തീർച്ചയായും ബാബു, സമൂഹത്തിൽ ദുർബലത അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഫാസിസ്റ്റുകൾക്കെതിരെ സമരം ചെയ്യുന്ന CPIMന്റെ ആ വേർഷൻ പോലും ഒരു പക്ഷേ മായിൻ ഹാജിയെ പോലെ മുസ്ലിം ലീഗിന്റെ നേതാവ് വിമർശിക്കുന്ന ഒരു ഘട്ടം. ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ അവിടെ സമാധാനം പുലരും? ശ്രീ മായിൻ ഹാജി പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു, ഞാൻ ആകെ പറഞ്ഞത് ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ചും ലീഗിന് സർവാധിപത്യമുള്ളൊരു പ്രദേശത്ത്, അങ്ങനെയുള്ള പ്രദേശം, ഏക പ്രദേശം ഇന്ത്യയിൽ നമ്മുടെ സംസ്ഥാനത്താണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള പ്രദേശത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് പ്രധാന ഉത്തരവാദിത്വം അവർക്കാണ്. ഇനി കണ്ണൂർ പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ പ്രധാന ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന് തന്നെ ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ പറയുമ്പം അതെന്തിനാണ് പറഞ്ഞത്? പ്രധാന ഉത്തരവാദിത്വം നിർവഹണം അവർ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. തീർച്ചയായും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടുത്തെ ജനതയും അതുപോലെ തന്നെ ലീഗും. നമുക്കൊന്ന് പരിശോധിക്കാം. ലീഗ് ജനാധിപത്യപരമല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ജനതയും ജനാധിപത്യപരമാകില്ല. അതാണ് എൻ്റെ ആശങ്ക. അത് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ലീഗിന്റെ ജനാധിപത്യപരമായ പിന്നാക്കാവസ്ഥ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു മായിൻ ഹാജി. ഇതര ജനവിഭാഗങ്ങളുമായി ആലോചിക്കുമ്പോൾ ജനാധിപത്യപരമായ പിന്നാക്കാവസ്ഥ നിങ്ങളുടെ സമുദായം പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആധിപത്യമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് മാറ്റങ്ങൾക്ക് കൊടിക്കൂറ, നിങ്ങളുടെ പച്ചക്കൊടിയെങ്കിൽ പച്ചക്കൊടിക്കൂറ ഉയർത്താൻ പറ്റുന്ന സ്ഥലത്ത് പോലും നിങ്ങളത് ചെയ്യുന്നില്ല. വേദിയിലിരിക്കുന്ന സ്ത്രീകൾ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ നേതാവ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും സസുഖമായി ജീവിക്കുന്നു. കേരളം മുഴുവൻ കണ്ടതാണ്. സംസാരിക്കാൻ സ്ത്രീക്ക് അവകാശമില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞില്ലേ? ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോയി ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. മായിൻ ഹാജിക്ക് തന്നെ അറിയാം, ഇതര ജനവിഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ ലീഗിലെ സാധാരണ പാവപ്പെട്ട മുസ്ലിംസിന് എത്ര ജനാധിപത്യവും എത്രത്തോളം സുഖകരമായ ജീവിത സൗകര്യങ്ങളും പ്രദാനം ചെയ്യാൻ ലീഗ് എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ എനിക്ക് സന്ദേഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രധാന പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് പ്രശ്നമാകാത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനല്ല. അവർക്ക് ദേശീയ രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ സംരക്ഷണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെഞ്ചിലേറ്റിയ ഒരു ഉത്തരവാദിത്വമാക്കി മാറ്റിയിരിക്കുന്നത്. അത് ലീഗിന് മനസ്സിലാവില്ല, പക്ഷേ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മനസ്സിലാകും. ആ വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്.
അങ്ങനെ പറയുമ്പോൾ വാസുരേന്ദ്ര ബാബുവിന് അക്കാര്യത്തിൽ ലീഗിനെ അടച്ചാക്ഷേപിച്ചു, മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിച്ചു എന്നൊന്നും പറയരുത്. മറിച്ച് അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല, സൗമനസ്യത്തോടെ നിങ്ങളുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയാണ് മായിൻ ഹാജി. അത് കാണാൻ വിസമ്മതിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അധികാര പ്രദേശത്ത് ഒരു ചെറിയ മാറ്റം സംഭവിച്ചപ്പോൾ താനൂര് ഒരു മാറ്റം വന്നപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ MLA ആയിരിക്കുന്ന അദ്ദേഹം പണം കൊടുത്ത് വശത്താക്കി. ആരെ വശത്താക്കി? നിങ്ങളുടെ അണികളെ വശത്താക്കി എന്നല്ലേ പറഞ്ഞത്? നിങ്ങളല്ലേ മുസ്ലിങ്ങളെ ഇപ്പോൾ അപമാനിച്ചത്? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന മുസ്ലിങ്ങളെ പണം കൊടുത്ത് അദ്ദേഹം വാങ്ങിയെന്ന് പറഞ്ഞാൽ മൊയിൻ ഹാജി ഞാനല്ല, താങ്കളാണ് താങ്കളുടെ സഹോദരങ്ങളെ അപമാനിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറയേണ്ടി വരും. കാരണം ഈ നിലയ്ക്ക് സംസാരിക്കുന്നത് കൊണ്ടാണ് അടിസ്ഥാന പ്രമേയങ്ങളിലും പ്രശ്നങ്ങളിലും നാം എത്തിച്ചേരേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വൈകാതെ തിരുത്തേണ്ടി വരുന്ന ദേശീയ സാഹചര്യത്തെ ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. നാളെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടാവും. സമാധാന ഐക്യം നിൽക്കുന്നത്, സമാധാന സമ്മേളനം വരുന്നു, പരിഹരിക്കപ്പെടുന്നുണ്ടാവും. കണ്ണൂരിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. നമ്മുടെ പ്രധാന പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല മായിൻ ഹാജി എന്ന് താങ്കളെ ഞാൻ സൗമനസ്യത്തോടെ സാഹോദര്യ ബുദ്ധിയ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ശ്രീ മായിൻ ഹാജി, അസഹിഷ്ണുതയ്ക്ക് അറുതിയാകേണ്ടേ അത്തരത്തിൽ ആരുടെ പക്ഷത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ജനാധിപത്യപരമായി ഈ പ്രശ്ന പരിഹാരം അതൊരു പക്ഷേ നാളെ ഉണ്ടാകുന്ന സമാധാന ചർച്ചയിൽ മാത്രമല്ല, ആഴത്തിലുണ്ടാകണം. അതിന് വലിയ സംഭാവന അവിടെ ലീഗിന് ചെയ്യാനുണ്ട്. ലീഗിന്റെ പക്ഷം അവിടേക്ക് ഞാന് ഇവിടെ ജയനും വാസുരേന്ദ്ര ബാബും കൂടി 20 മിനിറ്റ് സംസാരിപ്പിച്ചു. താങ്കൾക്ക് ഒരു അസ്വസ്ഥതയുണ്ടായില്ല. 4 മിനിറ്റ് രണ്ടുപേരും കൂടി 4 മിനിറ്റ് 20 മിനിറ്റാ സംസാരിച്ചു. സമയത്ത് നോക്കുന്നത് ഒന്ന്, വാസുരേന്ദ്ര ബാബു നേരത്തെ പറഞ്ഞത് നിഷേധിച്ചിട്ടുണ്ട്. അത് കുട്ടികൾ നാളെയും മറ്റന്നാൾ വെച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ക്ലിപ്പിംഗ് ആക്കി ഇട്ടോളൂ. അപ്പോൾ അറിയാം വാസുരേന്ദ്ര ബാബു എന്താ പറഞ്ഞത്. നിങ്ങൾ സമയമില്ലാതെ കട്ടിയൊന്നും എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വാസുരേന്ദ്ര ബാബു പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അവിടെയാണ് ഉറച്ചു നിൽക്കുക. അതുപോലെ എന്റെ വെല്ലുവിളി ഇപ്പോഴും അദ്ദേഹം സ്വീകരിച്ചില്ല. മുസ്ലിം ലീഗ് മുസ്ലിം നമുക്ക് വിഷയത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഒരേ ശക്തിയുള്ള പാർട്ടിയാണ് ഇന്ത്യ രാജ്യത്ത്. തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് ഒരു MLA ഉണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആരെ കഷ്ണമില്ല. പിന്നെ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി എടുക്കാൻ കിട്ടുന്നില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാകാൻ പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർക്ക് സാധിച്ചിരുന്നു. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി എത്ര എണ്ണം ഉണ്ട് അവിടെ? കേവലം 9 ആള് മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത്. മുസ്ലിം ലീഗിന് 2 ആള് 3 ആളുണ്ട്. ആ പാർട്ടി മുസ്ലിം ലീഗിനെ ഏതായാലും വെല്ലുവിളിക്കാൻ വരണ്ട. മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് വലിയ നാഷണൽ പാർട്ടിയാണെന്നും ഞങ്ങൾ പറയുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയോളം തന്നെ മുസ്ലിം ലീഗ് ശക്തിയുണ്ട് ഇന്ത്യ രാജ്യത്ത്. അത് വാസുരേന്ദ്ര ബാബു വേണമെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ പിന്നെ അവിടെ മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയുടെ വീട് ആക്രമിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ കാളാട്ട് ബഷീറിന്റെ വോട്ടിന്റെ യന്ത്രങ്ങളും വലി കത്തിച്ചിട്ടുണ്ട്. കുട്ടിരായിന്റെ വരക്ക് സംസു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. വാള് കൊണ്ടാണ് വെട്ടിയത്. കുഞ്ഞാഴ്ചന്റെ ഒരു സൈനബ എന്ന മുസ്ലിം ലീഗുകാരത്തിയെ പെട്രോൾ ബോംബ് എറിഞ്ഞാണ് ആ സ്ത്രീയുടെ വീട് തകർത്തത്. ഒട്ടുംപുറം മുതൽ ജമാൽപീഡിയ വരെയുള്ള മുഴുവൻ വീടുകളും വാഹനങ്ങളും പോലീസിനെ കൊണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയാത്ത പോലീസിനെ കൊണ്ട് തകർത്തിട്ടുണ്ട്. എന്നിട്ട് പോലീസിനെ നാണമില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ആ മുഖ്യമന്ത്രിക്ക് അബ്ദുറഹ്മാൻ കൊടുത്ത റിപ്പോർട്ടാ. എന്നാൽ അവിടെ സന്ദർശിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു പോലീസിന് വീഴ്ച പറ്റിയെന്ന്. പോലീസ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞതോ CPMന്റെ ജില്ലാ സെക്രട്ടറിയും CPIയുടെ ജില്ലാ സെക്രട്ടറിയും മലപ്പുറത്ത് വാർത്താ ലേഖകരോട് പറഞ്ഞത് ഏതാണ് സത്യം? അത് പറയേണ്ട ബാധ്യത വാസുരേന്ദ്ര ബാബുവിനും ജയനുമാണ്. മുസ്ലിം ലീഗ് സമാധാനത്തിന്റെ സന്ദേശവാഹകർ തന്നെയാണ്. നിങ്ങളെ പോലെ പാർട്ടി വിട്ടുപോയ ആളുകളെ, അല്ലെങ്കിൽ പാർട്ടിക്ക് വിറ്റായി വരുന്ന ചന്ദ്രശേഖരൻ ശുക്കൂർ പോലെയുള്ള നിരവധി എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യന്മാരെ ഈ അസഹിഷ്ണുതയുടെ വീറ് ശ്രീ മായിൻ ഹാജി, ഈ അസഹിഷ്ണുതയുടെ വീറ് തന്നെ താനൂരിൽ തുടങ്ങുമോ? അതൊന്ന് അറുതി വരുത്തൂ മായിൻ ഹാജി. നിയോഗിച്ചതാണല്ലോ. അല്ല, എല്ലാ കൂട്ടരോടും പറയുകയാണ്. അവിടുത്തെ പാവപ്പെട്ട പെങ്ങന്മാർക്കും ഉമ്മമാർക്കും ഒക്കെ തിരിച്ചെത്തേണ്ടേ? വീടുകളിൽ തിരിച്ചെത്തേണ്ടേ? മര്യാദ പാലിക്കാൻ സാധിക്കൂല. ഇല്ല ശ്രീ മായിൻ ഹാജി, ഇല്ല. ഞാൻ എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. അവിടുത്തെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും തിരിച്ചെത്തേണ്ടേ? ഇനിയെങ്കിലും ഇതിന് അറുതി വരുത്തൂ. ഒരു മാർക്സിസ്റ്റുകാരനെ അവർ ആക്രമിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം. മുസ്ലിം ലീഗുകാർ ഒരാളെ പേര് പറയും. ഞാൻ എണ്ണുന്നത് പോലെ
അല്ല, നിരവധി പേരുടെ പേര് അബ്ദുറഹ്മാനും ജയനും ഒക്കെ പറഞ്ഞു. എനിക്കതിൽ പങ്കില്ല. ഒരു പക്ഷേ മാർക്സിസ്റ്റുകാരനുള്ള അക്രമം ഉണ്ടായില്ല. കാരണം മാർക്സിസ്റ്റ് സംഹാര താണ്ഡവമായിരുന്നു എന്നാണ് താനൂർ കുഞ്ഞാൽപ്പുറം മുതൽ ഒട്ടുംപുറം വരെയുള്ള പ്രദേശം 3.5 കിലോമീറ്റർ പ്രദേശം. കാരണം എന്താ? അപ്പോ നാളത്തെ സമാധാന ചർച്ചയോടുകൂടി സമാധാനമാകില്ലേ മായിൻഹാജി? കൂടുതൽ നേരം ആ മേഖലയിൽ സാധിച്ചിട്ടില്ല. മായിൻഹാജി, ജനങ്ങളെ അടിച്ചൊതുക്കാനുള്ള ശ്രീ മായിൻഹാജി, നാളത്തെ സമാധാന ചർച്ചയോടുകൂടി കാര്യങ്ങൾ റെഡിയാകില്ലേ? ജനാധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളെ പാർട്ടിയുടെ ഈ ഊങ്ക് നടക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ മായിൻഹാജി, നാളെ സമാധാന ചർച്ചയോടുകൂടി അപ്പൊ കാര്യങ്ങൾ ശരിയാകില്ല എന്നാണോ? പാർട്ടി വിചാരിക്കണം തീർന്നെങ്കിൽ. തീർച്ചയായും ഈ ജയൻ വിചാരിക്കുമോ? മായിൻഹാജി മുമ്പോട്ട് വെച്ചു. ഇനി വിചാരിക്കുമോ? ഇനിയെങ്കിലും അവിടെ സമാധാനം പുലരേണ്ടേ? ഇരു കൂട്ടരും ശരിയായിരിക്കാം, പല വിധത്തിലും ഒക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം. ഇനി ഹിറ്റ് ആൻഡ് ബിറ്റ് നോക്കണ്ട, ഇനി ഒരു സമാധാനം ഉണ്ടാകട്ടെ, പുലരട്ടെ. അദ്ദേഹം ഏതോ ലോകത്താണ്, ഈ മായിനാജി ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. അദ്ദേഹം TP ചന്ദ്രശേഖരൻ്റെയും വേറെ കുറേ കഥകളാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. താനൂരിൻ്റെ തീരപ്രദേശത്ത് ഞങ്ങൾ നാട്ടുകാർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങണം എൻ്റെ മായിനാജി. അതിനുള്ള നിലപാട് നിങ്ങൾ അവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ലീഗിൻ്റെ ആളുകളോട് പറഞ്ഞു കൊടുക്കൂ. ഞങ്ങൾ സമാധാനം പാലിക്കാനാണ് പറയുന്നത്, ഞങ്ങൾ അക്രമം നടത്താനല്ല. അക്രമം, ഒരു തരത്തിലുള്ള അക്രമം CPIM-ൻ്റെ ഭാഗത്തു നിന്നില്ല. നേരത്തെ പറഞ്ഞില്ല, വീണ്ടും ഞാൻ അത് ആവർത്തിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. ഈ സംഭവത്തിൽ ഞങ്ങളുടെ 11 സഖാക്കളാണ് ഭീകരമായി വെട്ടേറ്റത്. 11 ആളുകൾ, അതിൽ 7 പേര് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മായിനാജി. അത് തുടർന്നുള്ള 6 പേര് ജില്ലാ ആശുപത്രിയിലാണ് എൻ്റെ പ്രിയപ്പെട്ട മായിനാജി. ഇതൊക്കെ CPIM-കാരാണ്. 20ഓളം വരുന്ന സഖാക്കൾ ഉണ്ണിയാല് ഗ്രൗണ്ട് കിടന്നുറങ്ങിയിരുന്ന ഉണ്ണിയാലുങ്ങളെ സഖാക്കളെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അങ്ങയുടെ പാർട്ടിക്കാരാണ് മായിനാജി. നിങ്ങൾ അവസാനിപ്പിക്കൂ, ആയുധം താഴെ വെക്കൂ. തീർച്ചയായും ഇനിയും അവിടെ കലാപങ്ങൾ ഉണ്ടാകരുത്. അവിടെ സ്ത്രീകളും കുട്ടികളുമാണ് എല്ലാ കലാപങ്ങളുടെയും ഇരയാകുന്നത്. തീർച്ചയായും പച്ചമുണ്ടും ചുവന്ന മുണ്ടും ഒക്കെ എടുത്ത് ഇനിയും ആൾക്കാർ അതുവഴി പോകും. ഇനി കലാപങ്ങൾ ഉണ്ടാകരുത്, ചോരച്ചാലുകൾ നിൽക്കട്ടെ. അതൊക്കെ മറികടന്ന് സ്നേഹസംവാദങ്ങളുമായി നമുക്ക് കൈകോർക്കാം. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. താനൂരിൽ നാളെ സമാധാന ചർച്ച, സമാധാനം എല്ലാ അർത്ഥത്തിലും പുലരട്ടെ.